തീരദേശവാസികൾ കൊല്ലം തീരദേശ റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായ ശക്തമായ കള്ളക്കടൽ പ്രതിഭാസത്തിൽ അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് തീരദേശവാസികൾ റോഡ് ഉപരോധിച്ചത്. മുണ്ടയ്ക്കൽ മുതൽ താന്നി വരെയുള്ള കൊല്ലം തീരത്തെ നിരവധി വീടുകൾ കടലെടുത്തു. വെടിക്കുന്നു ഭാഗത്തെ 10 വീടുകൾ കഴിഞ്ഞ ദിവസം കടലെടുത്തു. ഇതോടെയാണ് പ്രതിഷേധവുമായി തീരദേശവാസികൾ രംഗത്തെത്തിയത്. തങ്ങളുടെ ആശങ്കകൾക്ക് സർക്കാരും ജനപ്രതിനിധികളും ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ച് മുണ്ടയ്ക്കൽ ഇരുവരും തീരദേശ റോഡ് ഉപരോധിച്ച സമരക്കാർ റോഡിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. വിവരമറിഞ്ഞ് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആദ്യം സ്ഥലത്തെത്തി. തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ കൃഷ്ണകുമാർ ചോദിച്ചറിഞ്ഞു. കടൽ കയറിയ ഭാഗം അദ്ദേഹം സന്ദർശിച്ചു. മൂന്നുപേരെ ഒരുമിച്ച് ഇരുത്താനുള്ള വഴിയാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. നമ്മളെ ഇങ്ങനെ തമ്മിൽ തെറ്റിക്കൊണ്ടിരുന്ന എവിടെ എത്തും നമ്മൾ? വീണ്ടും ഞാൻ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അത് തരാം. വേറൊരു കൂട്ടരും ഞങ്ങളെ ആരെ വിശ്വസിക്കുന്നില്ല, ആരെയും നിങ്ങളത് വിശ്വസിക്കുക. അത് നിങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കി നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തുക. ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, കേന്ദ്രത്തിനെ കൊണ്ട് ഇവിടെ പ്രവർത്തിപ്പിക്കാൻ എനിക്ക് പറ്റും. പക്ഷേ അവിടെ കേന്ദ്രം മാത്രം പോരാ, സംസ്ഥാന സർക്കാരിനെയും നമ്മൾ എടുക്കണം. തോറ്റാൽ പോലും ഞാൻ നിങ്ങൾ നോക്കിക്കോളൂ, ഈ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന അതേപോലെ എനിക്ക് ഇവിടെയും വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിൽ. സ്ഥലം MPയും UDF സ്ഥാനാർത്ഥിയുമായ NK പ്രേമചന്ദ്രൻ എത്തിയതോടെ പ്രതിഷേധക്കാർ അവരുടെ ദുരിതങ്ങളുടെ കെട്ടഴിച്ചു. അതിൽ പ്രതിഷേധവും സങ്കടവും നിറഞ്ഞു. നടപടിയെടുക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും ഗവൺമെന്റാണ്. ഇപ്പോൾ MP ആയാലും MLA ആയാലും ഈ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിനുവേണ്ടി നിരന്തരമായ നിലപാട് സ്വീകരിക്കുക. ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് കണ്ടതിന് ശേഷം ഞാൻ പറയും, കൊല്ലത്തിന് ശേഷം ഞാൻ കണ്ട് സിറ്റുവേഷൻ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ വേറെ മറുപടി ഞാൻ പറയും. MLA പറയുന്നത് ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് MLA പറയുന്നതും മേയർ പറയുന്നതും ഒക്കെ വേറെ രാഷ്ട്രീയം. അത് നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കും. ശക്തമായ തിരമാലയാണ് തീരത്തേക്ക് ആഞ്ഞടിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകും. പുലിമുട്ടുകൾ സ്ഥാപിച്ച് തീരത്തെ രക്ഷപ്പെടുത്താൻ വേണ്ട സംവിധാനം ഒരുക്കണമെന്നാണ് തീരദേശവാസികളുടെ പ്രധാന ആവശ്യം. വീടിന്റെ അവസ്ഥ അത് ഭയാനകമാണ്. കാരണം ഇപ്പം ഞങ്ങളുടെ വീടിന് മുമ്പിൽ നിൽക്കുന്ന ആ വീട് പോയി കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റായിട്ട് കടലേറുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ടാണ്. അപ്പം ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്നാൽ അവർ ഒരു നിബന്ധന ഞങ്ങൾക്ക് വെക്കരുത്. ഞങ്ങളുടെ ഇഷ്ടമാണ് ഏത് വീട് താമസിക്കണം, എങ്ങനെ സ്ഥലത്ത് താമസിക്കണം, ഞങ്ങളുടെ ഇഷ്ടമാണ്. ഓടിട്ട വീട് പാടില്ല. അത് അവരെന്തിനാണ് തീരുമാനിക്കുന്നത്? ഞങ്ങളാണ് താമസിക്കുന്നത്. ഞങ്ങളെ വലുതാക്കുന്ന ഈ ജനങ്ങളാണ്. വോട്ട് കൊടുത്ത് വലുതാക്കി MLA-നെയും മന്ത്രിമാരെല്ലാം ഈ ജനങ്ങളില്ലെങ്കിൽ അവരില്ല. ഒരു പെൻഷനുള്ളത് കട്ടാക്കി കളഞ്ഞു. ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലത്തിനകത്ത് ഒരു വീട് വെച്ച് തരണം, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് വീടെല്ലാം പോയി നഷ്ടപ്പെട്ടു. പാത്രങ്ങളും എല്ലാം വീട്ടിൽപ്പെട്ട സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ആ വീട് പണിഞ്ഞ് ടൈൽസ് എല്ലാം ഇട്ട വീടാണ് ഇന്നലെ രാത്രി കൊണ്ട് പോയത്. ഞങ്ങൾക്ക് ജീവിക്കണം. ഇനി പ്രായം ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ഞങ്ങളുടെ വീടുകളൊക്കെയാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾ എവിടെ പോയി? ആദ്യമേ അവർക്ക് അതിന് പരിഹാരം കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് മുട്ടുവിട്ട് തരണം. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. ഗവൺമെന്റിനോട് പറയാനുള്ള ഒറ്റ കാര്യം, മുട്ട ഞങ്ങൾക്ക് ഇട്ട് തന്നേ. സ്ത്രീകളും കുട്ടികളുമടക്കം റോഡ് ഉപരോധ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വെടിക്കുന്ന ഭാഗത്തു നിന്നും സമരം കൊച്ചുവിലാമൂട്ടിലേക്ക് മാറ്റി റോഡ് ഉപരോധിച്ചു. അസിസ്റ്റന്റ് കളക്ടർ മുകുന്ദ് ഠാക്കൂർ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി. ഗതാഗതം ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സ്ഥലത്തെത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.